തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടുകൾ ഒരിക്കലും ശരിയല്ല. ഇന്ന് ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഗീയ കാർഡ് കളിച്ചു തുടങ്ങിയിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് ഹിന്ദു കാർഡ് കളിക്കാനുള്ള നീക്കങ്ങളുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഒരു കാരണവുമില്ലാതെ NGO യൂണിയന്റെ സമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ലീഗിനെ കടന്നാക്രമിക്കുന്നു, ലീഗിനെതിരായ നീക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ പിണറായി വിജയൻ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുക വഴി മുസ്ലിം സമുദായത്തെ തന്നെ മാറ്റി നിർത്താനും അവരെ തന്നെ ഭിന്നിപ്പിക്കാനുമുള്ള നീക്കം നടത്തുകയാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ ഇത് എല്ലാ പ്രസ്താവനകളിലും അതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തീവ്രവാദം സംഘടനകൾ പലപ്പോഴും ശ്രമിച്ചപ്പോഴൊക്കെയും മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ധീരമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനകത്ത് നഷ്ടം വന്ന കാര്യവും ഞാൻ പറഞ്ഞു. ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ലീഗ് അതിന് നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇതതിന്റെ ചരിത്രമാണ്. ഞാൻ ചരിത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭരണഘടനയെ ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനയിലെ വകുപ്പുകൾ ഇല്ലാതാക്കാനും രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനും BJPയും സംഘപരിവാരം നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതാണ് ഇന്ന് രാജ്യത്ത് ആവശ്യം. അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ആവശ്യമായി നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഈ മണ്ണിൽ അവിടെ വർഗീയ വിദ്വേഷവും ആളിക്കത്തിക്കാനുള്ള നീക്കങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ശ്രീ ഹാരിസ് ബീരാൻ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ വരികയാണ്. അദ്ദേഹത്തിന്റെ വന്യനായ പിതാവ് BK ബീരാൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി പ്രവർത്തിച്ചയാണ്. ഞാൻ മന്ത്രിയായി, എനിക്ക് 28 വയസ്സേ ഉള്ളത്. മന്ത്രിയായ കാലത്ത് അദ്ദേഹം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. ലീഡർ ശ്രീ K കരുണാകരന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. ആക്ച്വലി ലീഡറും മുസ്ലിം ലീഗും നമ്മുടെ പാലമായിരുന്നു ശ്രീ VK ബീരാൻ. എപ്പോഴും ഞങ്ങൾ ഏത് കേസ് വന്നാലും അദ്ദേഹമായിരുന്നു അവിടെ ഗവൺമെന്റിന് വേണ്ടി ഹാജരാകുന്നു. വളരെ നല്ല നിലയിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഏറ്റവും നല്ല നിലയിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. കാരണം കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയും. നല്ല ഒരു അഭിഭാഷകൻ. ഈ CA കേസുകളൊക്കെ വന്നപ്പോൾ ഞാനും ഒരു കേസ് കൊടുത്തിരുന്നതാണ്. ഗവൺമെന്റിനെതിരായി ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമീപിച്ചു. അന്ന് കപിൽ സിബലിനെ കൊണ്ടുവരാനും അഭിഷേക് സിംഗിയെ കൊണ്ടുവരാനും ഒക്കെ നേതൃത്വം കൊടുത്ത ഹാരിസ് ബീരാനാണ്. നല്ല നിലയിൽ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന, നമ്മുടെ വിഷയങ്ങൾ നന്നായി പഠിച്ച് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന, സുപ്രീം കോടതിയിൽ നല്ല കേസ് നടത്തുന്ന പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായി വളർന്നു വരുന്ന ഹാരിസ് ബീരാൻ നമ്മുടെ നാടിന് തന്നെ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ